വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ അച്ഛനെ പറ്റിയാണ്. ഇന്ന് എൻ്റെ അച്ഛൻ മരിച്ചിട്ട് 2 വർഷം തികയുന്നു. എൻ്റെ അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള നല്ല കാര്യങ്ങളാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. എൻ്റെ ഓർമ്മയിൽ ഞാൻ ജനിച്ചിട്ട് എൻ്റെ അച്ഛൻ 2 ദിവസം മാത്രമേ എന്നെ പിരിഞ്ഞ് നിൽക്കേണ്ടതായി വന്നിട്ടുള്ളൂ. അതും ഒരു അത്യാവശ്യ കാര്യത്തിനായി എല്ലൂരിൽ പോകേണ്ടി വന്നതുകൊണ്ട്. എൻ്റെ അച്ഛൻ്റെ കാലിനടിയിൽ ഒരു മുറിവ് പറ്റി വീട്ടിൽ വിശ്രമിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഒരു പിതാവ് എന്ന നിലയിൽ മാത്രമല്ല, ഒരു സ്നേഹിതനോട് എന്തെല്ലാം സംസാരിക്കും അത്രമാത്രം ഞങ്ങൾ അടുപ്പത്തിലായിരുന്നു. എൻ്റെ അച്ഛന് എല്ലാവരുടെയും അച്ഛൻ പോലെ തന്നെ അനുസരണക്കേടും ദേഷ്യവും പ്രകടിപ്പിച്ചിരുന്നു. അതെല്ലാം കുറച്ചു നേരത്തേക്ക് മാത്രം. എൻ്റെ അമ്മ എപ്പോഴും എന്നോട് പറയും, മോനെ, കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന്. എപ്പോഴും എൻ്റെ അച്ഛൻ പറയുന്ന ഒരു വാക്ക് എൻ്റെ ഓർമ്മയിലുണ്ട്. മോനെ, നമ്മുടെ ഭൂമുഖത്തുള്ള എല്ലാ ജീവികളോടും നമ്മൾക്ക് അനുകമ്പ ഉണ്ടായിരിക്കണം, സ്നേഹത്തിന് മുൻതൂക്കം കൊടുക്കണം. അങ്ങനെ ഞാനും എൻ്റെ അച്ഛനും കുറച്ചു കാലം വീട്ടിൽ തന്നെ ചിലവഴിക്കേണ്ട സമയം കിട്ടിയിരുന്നു. ആ സമയത്തെല്ലാം ഞങ്ങൾ ചെസ്സ് കളിക്കാറുണ്ട്. എങ്ങനെ കളിച്ചാലും എൻ്റെ അച്ഛൻ തന്നെയാണ് എപ്പോഴും ജയിക്കാറ്. അപ്പോൾ ഞാൻ ചോദിക്കും എൻ്റെ അച്ഛനോട്, അച്ഛൻ എങ്ങനെയാണ് ഈ കളിയിലൊക്കെ ജയിക്കാൻ സാധിക്കുന്നത് എന്ന്. അപ്പോൾ അച്ഛൻ പറഞ്ഞു തരും. പക്ഷേ കളി തുടങ്ങിയാൽ പിന്നെ ഭയങ്കര രസമാണ്. അമ്മയോട് പറയും, മോനെ തോൽപ്പിച്ച് കളഞ്ഞു എന്ന് പറഞ്ഞ് ഭയങ്കര ചിരിയാണ്. അതുപോലെ ഫുട്ബോൾ കളി അച്ഛന് വലിയ രസമാണ്. പിന്നെ ഷട്ടിൽ ബാറ്റ് കളി, അങ്ങനെ പലവിധ കളികളിലും ഞങ്ങൾ ഏർപ്പെടാറുണ്ട്. പിന്നെ ഒഴിവ് സമയങ്ങളിൽ ഞങ്ങൾ ടൂർ പ്രോഗ്രാം നടത്താറുണ്ട്. എൻ്റെ അച്ഛൻ യാത്രകൾക്ക് വളരെ ഇഷ്ടമുള്ള ആളാണ്. അങ്ങനെ വീട്ടിലിരിക്കുന്ന സമയങ്ങളിൽ ബീച്ച് യാത്ര നടത്താറുണ്ട്. അച്ഛൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെയാണ് അമ്മയും നിൽക്കാറുള്ളത്. അങ്ങനെ ഒരുപാട് ഓർമ്മകൾ തന്നു ദൈവത്തിന് സമയമായപ്പോൾ എൻ്റെ അച്ഛൻ ഞങ്ങളിൽ നിന്ന് മാറ്റപ്പെട്ടു. എൻ്റെ ജീവിതത്തിൽ എനിക്കൊരിക്കലും മറക്കാൻ സാധിക്കാത്ത എൻ്റെ അച്ഛനെ ഓർത്ത് എൻ്റെ ഹൃദയം ഓരോ നിമിഷവും വേദനിക്കുന്നു. എങ്കിലും പ്രത്യാശയുള്ള ഒരു ജീവിതം ഉണ്ട് എന്ന് ആ ചിന്തയിൽ ജീവിതം മുന്നോട്ട് പോകുന്നു. എൻ്റെ അച്ഛന് എൻ്റെ ഓർമ്മ പൂക്കൾ സമ്മാനിച്ച് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു.